നമ്മൾ സാധാരണ ഒരു യാത്ര പോകുമ്പോൾ ട്രാവൽ ബാഗിൽ എന്തൊക്കെയാണ് എടുക്കാറുള്ളത്? അത്യാവശ്യമുള്ള ഡ്രസ്സുകളും വളരെ ആവശ്യമുള്ള സാധനങ്ങളും അല്ലേ? അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും ബാഗിൽ നിറച്ച് നമ്മൾ കൊണ്ടുപോകും ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ വേദനിപ്പിച്ച മുഴുവൻ ആളുകളോടുമുള്ള ദേഷ്യവും നീരസവും പകയും ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. ശരിക്കും ഇത് നമ്മുടെ മനസ്സിനെ മാത്രമല്ല, നമ്മുടെ ശരീരത്തെ വളരെ പ്രതികൂലമായി അത് ബാധിക്കും. അതുകൊണ്ട് നമ്മളിതൊക്കെ ഒഴിവാക്കുക. നമ്മൾ ശരിക്കും ഇങ്ങനെ ഞാൻ ഫോർഗീവ് ചെയ്തു, ഓക്കെ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ആ ഇമോഷൻസിനെ എടുത്തു കളയുക. ആ പ്രതികാരം, ആ ഒരു വെറുപ്പ്, അത് എടുത്തു കളയുക എന്നുള്ളതാണ്. ആ ഇമോഷൻസൊക്കെ കൂടി നമ്മൾ ചുമന്നുകൊണ്ട് നടന്ന് എന്തിനാണ് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ്റെ വഴിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട വിഷയം ഫോർഗീവ്നെസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മളത് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എസൻസ് കിട്ടുന്ന രീതിയിൽ ചെയ്യണം. അല്ലാതെ കേവലം വാക്കുകൾ കൊണ്ട് മാത്രമുള്ള ഒരു ഫോർഗീവ്നെസ് കൊണ്ട് നമ്മൾ ഈ പറയുന്ന ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ലെറ്റ് ഗോ ചെയ്യുക മനസ്സിൽ നിന്ന്. ഒരുപക്ഷെ ആ വ്യക്തിയെ നമുക്ക് മനസ്സിൽ നിന്ന് മറന്നു കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആ ഇൻസിഡൻറ്റ് നമുക്കുണ്ടാക്കിയ ഇമോഷൻ നമ്മൾ ക്ലിയർ ചെയ്യുക, നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുക. ഓക്കെ, പിന്നെയും നമുക്ക് ഇടപഴകാം. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, അല്ലേ? നീ എന്താണ് പ്രതികാരം ചെയ്യാത്തത്? അപ്പോൾ നിൻ്റെ സ്ഥാനം എവിടെയാണ്? നീയൊരു ഭീരുവാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കില്ലേ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിക്കും അങ്ങനെയല്ല സംഭവം. അതിലൊരു ക്ലാരിറ്റി കൂടി നമ്മൾ റെഡിയാക്കി വെക്കണം. അതായത് ഈ സാധാരണ കേസിൽ ഒരു പ്രതികാരം തോന്നുക എന്ന് പറയുന്നത് അതൊരു നോർമൽ ഒരു സംഭവമാണ്. എന്നാൽ ഈ പ്രതികാരം തോന്നത്തക്ക വിധം നമ്മളോട് പെരുമാറിയ ആൾക്ക് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിന് ചില്ലറ മൈൻഡ് പവറൊന്നും പോരാ. അത് മനസ്സിൻ്റെ പ്രത്യേകമായ ഒരു ശക്തിയും ഒരു സ്കില്ലുമാണ്. അപ്പോൾ ആ ഫോർഗീവ്നെസ് നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുന്നത്